ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ അടുത്ത ഒരു ഏരിയയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ എക്സെപ്ഷൻസ്, സാമാന്യമായ അപവാദങ്ങൾ എന്നുള്ളതാണ്. ജനറൽ എക്സെപ്ഷൻസ് ആണ്, എക്സെപ്ഷണൽ കേസാണ്. എന്താണ് ഈ അപവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിന്നും കേൾക്കുന്നതിനെ എതിർത്ത് അല്ലെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അപവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്ന് തൊട്ട് മുമ്പിൽ കണ്ട പലതരത്തിലുള്ള ഡെഫിനിഷൻസിനകത്തും ശിക്ഷകളെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് ജനറലി പറയുകയാണ്. ജനറലി പറഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിനെ കുറച്ച് ഈ സംഹിതയിൽ നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ ഒഫൻസുകൾക്കും ആ ഒഫൻസ്, കാരണം നമ്മൾ ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണിഷ്മെൻ്റ് ഉണ്ട്, അതാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അതാണ് നമ്മുടെ ജനറലി ഉള്ള പൊതുവായിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് അതാണ്. ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറ്റമുണ്ട് അല്ലെങ്കിൽ ആ കുറ്റത്തിന് ശിക്ഷയുണ്ട്. സോ അതെന്താണ്? ആ കുറ്റകൃത്യം ഇനി കുറ്റമല്ലാതെയാകാം. ആ ഒരു കുറ്റകൃത്യം അല്ലാതെയാകാൻ പോവുകയാണ്. ഒരു ആക്ട് ക്രൈമാണ് എന്ന് പറഞ്ഞിട്ട് ആ ക്രൈം എന്തല്ലാതെയാണ്, അതായത് നത്തിങ് ഈസ് ആൻ ഒഫൻസ്, ഒന്നും ഒരു കുറ്റമല്ല, ഈ ചെയ്യുന്ന പ്രവൃത്തി ഒരു കുറ്റമല്ല എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 14 തൊട്ട് 44 വരെ, സെക്ഷൻ 14 മുതൽ 44 വരെ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കും? ജനറൽ എക്സെപ്ഷൻസ് പഠിക്കും. ജനറൽ എക്സെപ്ഷൻസിനകത്ത് ഒന്നും കൂടെ കേട്ടിരിക്കുക. സാമാന്യമായ അപവാദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, പൊതുവായിട്ടൊരു കാര്യമുണ്ട്, അതിന് അതിൽ നിന്നും വിഭിന്നമായിട്ട് പറയാൻ പോവുകയാണ്. ഓക്കെ, ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമല്ല എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ് സെക്ഷൻ 14 17 കൂടി ചേർത്താണ് പറയുന്നത്. എന്തിനാ 14 17 കൂടെ കമ്പൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കരുത്. 14 17 ഓൾമോസ്റ്റ് ഒരേ കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് അതിനകത്ത് നമ്മൾ പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റുകളെ കുറിച്ചാണ്. വസ്തുതകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അവിടെ പ്രത്യേകം ആലോചിക്കണം മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റുകളെന്ന്. അപ്പം മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകൾ തെറ്റിദ്ധരിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ അതൊരു അതിൻ്റെ ഒരു പരിണിത ഫലം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അത് ക്രൈമായിട്ട് തോന്നുമെങ്കിലും അങ്ങനെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രൈം അല്ല. അങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെക്ഷൻ 14 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുകയാണ്. ആ വ്യക്തി കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുത തെറ്റായി ധരിച്ചത് കൊണ്ടാണ്. അവിടെ ഒരു പേഴ്സൺ ഒരു ആക്ട് ചെയ്യുകയാണ്. ആ ആക്ട് അയാൾ ചെയ്യാനുള്ള കാരണം ഒരു വസ്തുത തെറ്റായി ധരിക്കുകയാണ്. ആ വസ്തുത തെറ്റായി ധരിക്കുക മാത്രമല്ല അയാൾ ചെയ്യുന്നത്, ആ വസ്തുത തെറ്റായി ധരിക്കുന്നത് മൂലം ആ വസ്തുതയാണ് അയാൾ തെറ്റായി ധരിക്കുന്നത്, നിയമമല്ല. അതായത് ഓൾവേസ് റിമെമ്പർ ദാറ്റ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഈസ് എക്സ്ക്യൂസബിൾ എന്നുള്ളതാണ്. മിസ്റ്റേക്ക് ഓഫ് ലോ ഒരിക്കലും, നിയമം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അതൊരിക്കലും എക്സ്ക്യൂസബിൾ അല്ല. സോ അപ്പോൾ ഒരു വ്യക്തി ഒരു വസ്തുത അവൻ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ ഈ തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഫെയ്ത്തിലാണ്, അതായത് അങ്ങേയറ്റം സതുദ്ദേശത്തിലാണ്. അതുമാത്രമല്ല അവൻ എങ്ങനെ വിശ്വസിക്കുന്നു, അവൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ബിലീവ്സ് ഹിംസെൽഫ് ടു ബി ബൗണ്ട് ബൈ ദ ലോ ടു ഡു ഇറ്റ്, നിയമപ്രകാരം ഞാനിത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള അങ്ങേയറ്റം ഉത്തമപൂർണമായ വിശ്വാസത്തിൽ, അങ്ങേയറ്റം സതുദ്ദേശത്തിൽ, ഞാൻ അറിയാതെ ഒരു വസ്തുത തെറ്റിദ്ധരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്തതെങ്കിൽ പോലും എൻ്റെ പ്രവൃത്തി ഒരു കുറ്റമാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കത് ക്ലിയർ ആവും. അങ്ങനെ പറഞ്ഞിട്ട് അതായത് ഒരു വ്യക്തി വസ്തുത തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങേയറ്റം ഉത്തമപൂർണമായ വിശ്വാസത്തിൽ അയാൾ ചെയ്ത പ്രവൃത്തി നിയമപ്രകാരം അയാൾ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് പറയാൻ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾജറാണ്, എ എന്ന് പറയുന്ന ഒരു സോൾജറാണ്. അപ്പോൾ ഈ സോൾജർ ഒരു വയലൻ്റ്, അതായത് വളരെ അക്രമാസക്തമായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തിൻ്റെ, അതായത് അവിടെ ഒരു പ്രശ്നം നടക്കണം, അത്രയും വയലൻ്റായി നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസർ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഫയർ ചെയ്യാണ്, നിറയൊഴിക്കുകയാണ്. അപ്പോൾ ഇയാൾ സ്വമേധയാ ചെയ്യുന്നതാണ്. അതായത് സുപ്പീരിയർ ഓഫീസർ പറഞ്ഞ ഒരു ജോലി
നിയമപ്രകാരം ഞാനത് എന്താണ്, ഞാൻ ബൗണ്ട് ബൈ ദ ലോ ടു ഡു ഇറ്റ് എന്നാണ്. നിയമപ്രകാരം ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആ പ്രവൃത്തി ചെയ്യുന്നു. ഞാനെന്ന സോൾജിയറിന് എനിക്ക് എന്ത് കിട്ടി, ഒരു ഓർഡർ കിട്ടി. ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രം മൈ സുപ്പീരിയർ ഓഫീസറാണ്. സുപ്പീരിയർ ഓഫീസറിൻ്റെ ഉത്തരവ് ഞാൻ എന്ത് ചെയ്യണം, ഞാനത് അപ്പടി അത് ബൗണ്ട് ബൈ ദ ലോ ടു ഡു, ഞാനത് ചെയ്തേ പറ്റുള്ളൂ. സോ അങ്ങനെ ചെയ്യുമ്പോൾ വയലന്റ് മൂവിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫയർ ചെയ്തത്. ആ ഫയർ ചെയ്തപ്പോൾ എന്ത് പറ്റി, അതിനകത്ത് ആരെങ്കിലും ഒരാൾക്ക് എന്ത് പറ്റാം, ഈ ഗൺ ഷോട്ട് കൊണ്ടൂടെ, അത് ഇന്ന ആൾക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ ഗൺ ഷോട്ട് കൊണ്ട ആൾ ചിലപ്പോൾ മരിക്കാം, മരിക്കാതെ ഇരിക്കാം, ഗ്രീവിയസ് ആയിട്ട് ഹർട്ടാവാം, അവിടെ എന്ത് പറ്റാം, അയാൾ മരിക്കാം. ഇപ്പം ഈ സാഹചര്യങ്ങളിൽ അങ്ങനെ കൊലപാതകം നടത്തിയെന്നോ ഗ്രീവിയസ് ഹർട്ട് നടത്തിയെന്നോ ഒക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അത് കുറ്റങ്ങളാണ്, ആ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം കുറ്റം ചെയ്യണം, കുറ്റകൃത്യം നടത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായ മോട്ടീവ്, ഇൻറ്റൻഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പം ഈ കേസിൽ ഇയാളെ, ഈ വ്യക്തിയെ, ഈ സോൾജിയറിനെ അയാളുടെ ആ കുറ്റകൃത്യത്തിൽ നിന്നും ഒഴിവാക്കി, ആ കൃത്യം ഒരു കുറ്റകൃത്യം അല്ലാതെയായി. എങ്ങനെ അല്ലാതെയായി? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് സെക്ഷൻ 14 എടുത്ത് അപ്ലൈ ചെയ്തു. 14 എടുത്ത് അപ്ലൈ. അപ്പോൾ ഇതേപോലെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ്, അങ്ങനെ ആയിരിക്കണം അയാൾ വിശ്വസിക്കേണ്ടത്. ഹി ബിലീവ്സ് ഇൻ ഹിംസെൽഫ്, ഹിറ്റ് ഈസ് ബൗണ്ട് ബൈ ദ ലോ ടു ഡു ഇറ്റ് എന്ന്. നിയമപ്രകാരം ഇതെൻ്റെ ജോലിയാണ്, ഇത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഉത്തമ വിശ്വാസത്തിൽ ചെയ്യുന്നത് വഴി ഒരു തെറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കുറ്റകൃത്യം അല്ല എന്നാണ് എന്ത് പറയുക. അപ്പം നമ്മൾ ആരെ ഒഴിവാക്കി? നിയമം മൂലം, നിയമപ്രകാരം ചെയ്യാൻ ചില ഡ്യൂട്ടികൾ ചെയ്യാൻ ബാധ്യസ്ഥരായ ആൾക്കാർ ഇതേ തരത്തിൽ തെറ്റിദ്ധാരണയുടെ മൂലം എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കി വിടുന്നു. ഇനി അവർക്ക് ഒഫൻസ് ഇല്ല. 14 തൊട്ട് 44 വരെ പറയുന്ന പ്രൊവിഷൻ്റെ പ്രത്യേകത ഇതാണ്. 14 തൊട്ട് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ രീതിയിൽ ചെയ്താൽ അതൊന്നും ഒരു എന്തല്ല, ഒഫൻസ് അല്ല. സോ 14 കഴിഞ്ഞ് നേരെ ചാടി 15ലേക്കും 16ലേക്കും പോകണ്ട, എവിടേക്ക് വന്നാൽ മതി, 17ലേക്ക് വന്നാൽ മതി. ഈ 17ലേക്ക് വരുമ്പോഴത്തേക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഇതിൽ 17ലേക്ക് വരുമ്പോഴത്തേക്കിനും ഞാനൊരു ഉദാഹരണം പറയാം. നേരത്തെ നമ്മൾ കണ്ട മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ നിയമം മൂലം അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് വിശ്വസിച്ച ഒരാളാണ്. നിയമപ്രകാരം എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, ഞാനത് ചെയ്യണം. ഇനി ഞാനും എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മതീഷും കൂടി, അല്ലെങ്കിൽ സുഹൃത്ത് വേണ്ട, ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ട്രെയിൻ എനിക്ക് പരിചയമുള്ള ഒരു ആളൊന്നുമല്ല, അടുത്തിരിക്കുന്നു, യാത്രയിൽ നമ്മൾ പരിചയപ്പെടുന്നു. എനിക്കും മതീഷിനും ഒരേപോലെയുള്ള മൊബൈൽ ഫോണുകളാണുള്ളത്. സെയിം മൊബൈൽ ഫോണാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. ഞാൻ എൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കിനും ബൈ മിസ്റ്റേക്ക് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന അവിടെ ഇരിക്കുന്ന ഒരേ കളറാണ്, സെയിം മേക്കാണ്. അപ്പം ഞാനത് ഒരെണ്ണം എടുത്തുകൊണ്ടൊക്കെ ഇറങ്ങുന്നു. ഞാൻ തെറ്റിദ്ധരിച്ച്, എനിക്ക് മതീഷിൻ്റെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്കതിനെ മോഷ്ടിക്കണമെന്നൊരു ആഗ്രഹമില്ല. ഗുഡ് ഫെയ്ത്തിലാണ് ഞാൻ എടുത്തത്. അപ്പം എടുത്ത് കഴിഞ്ഞിട്ട് മതീഷ് എനിക്ക് എതിരെയൊക്കെ കേസ് കൊടുക്കുകയാണ്, തെഫ്റ്റ് നടത്തി, ഇന്ന ആൾ കള്ളി അവർ എന്തും കൊണ്ടുപോയി, മൊബൈലും കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമോ, എൻ്റെ പൊന്നു കോടതി, ഞാനിതൊന്നും അറിഞ്ഞതൊന്നും അല്ല, ഞാൻ ഇത് കണ്ടോ, ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നതാണ്. അപ്പം അവിടെ ഞാൻ പറയുന്നത്, എൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് നിയമപ്രകാരം അതിനെ എന്ത് ചെയ്യാം, ന്യായീകരിക്കാം, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഞാൻ കുറ്റം ചെയ്യണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്? ഒരിക്കലുമില്ല. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എ പേഴ്സൺ ഹു ഈസ് ജസ്റ്റിഫൈഡ് ബൈ ലോ ആണ്, ബൈ റീസൺ ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. കണ്ടോ, ഇവിടെ ഞാൻ വസ്തുതകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വസ്തുത അതായത് ഞാൻ ബൈ മിസ്റ്റേക്ക് ഞാൻ വിശ്വസിച്ചു, അതായത് അത് ഈ പറയുന്ന പ്രോഡക്റ്റ് എൻ്റെതാണ് എന്ന് കരുതിയിട്ടാണ് എടുത്തത്, അത് തെഫ്റ്റ് ഒന്നും അല്ല. അപ്പോൾ അത് ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്തത്, ബിലീവ്സ് ഹിംസെൽഫ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ലോ ആണ്. കണ്ടോ, നിയമപ്രകാരം ഞാൻ തെഫ്റ്റ് നടത്തണം എന്ന ഇൻറ്റൻഷനോട് കൂടി ചെയ്ത കാര്യം ആയിരുന്നെങ്കിൽ അത് തെഫ്റ്റ് ആയേനെ. അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മതീഷ് എനിക്കെതിരെ കൊടുത്ത കേസ് എനിക്കെതിരെ നിലനിൽക്കില്ല, ഞാൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തതായിട്ട് കോടതി കണക്കാക്കില്ല. സോ അതാണ് 17 എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ മതീഷ് ഒരാളെ എന്ത് ചെയ്യാണ്, ഞാൻ നോക്കുന്ന സമയത്ത് മതീഷിൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്, താഴെ ഒരുത്തൻ രക്തത്തെ കുളിച്ച് കിടപ്പുണ്ട്, കിടക്കുന്നുണ്ട്.
ഞാൻ എന്ത് കരുതി? മതീഷ് ഒരുത്തനെ കൊന്നെന്ന് കരുതി, കൊന്ന് എന്ന് കരുതിയതാണ്. അങ്ങനെ മതീഷിനെ ഞാൻ എന്ത് ചെയ്യുന്നു? സീസ് ചെയ്ത് വെക്കുന്നു. അവിടെ ഇരിക്കടാന്നും പറഞ്ഞ് അവനെ പിടിച്ചു കെട്ടി ഞാൻ അവിടെ പിടിച്ചു കെട്ടി വെക്കുകയാണ്. എനിക്കൊരു വ്യക്തിയെ അൺലാഫുള്ളായിട്ട് ഡീറ്റെയിൻ ചെയ്യാനുള്ള, അതായത് നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കാനുള്ള അധികാരം എനിക്കുണ്ടോ? ഇല്ല, അതൊരു കുറ്റകൃത്യമാണ്. പക്ഷെ ഞാൻ എങ്ങനെയാണ് മതീഷിനെ ഇവിടെ, നമ്മളും അത് അറസ്റ്റ് ചെയ്തതായിട്ട് പറയാം. അപ്പോൾ എന്താണ് മതീഷിനെ സീസ് ചെയ്യുന്നു, ഡീറ്റെയിൻ ചെയ്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾക്കത് അപ്പിയർ ചെയ്തത് എങ്ങനെയാണ്? മതീഷ് ഒരു കുറ്റവാളിയാണ്, ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുവാണ്. അങ്ങനെയുള്ള മതീഷിനാണ് നമ്മളിവിടെ തടഞ്ഞു വെച്ചത്. അപ്പോൾ ഞാൻ അൺലാഫുൾ ഡീറ്റൻഷന് എനിക്ക് എന്തില്ല, ആ പറയുന്ന കുറ്റകൃത്യം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സതുദ്ദേശത്തിലാണ് ഞാൻ എന്ത് ചെയ്ത് ഇന്ന വ്യക്തിക്കെതിരെ ഇയാളെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതാണ് 14ഉം 17ഉം. 14 എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നിയമപ്രകാരം അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് അയാൾ ഉത്തമപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മറ്റേതോ ഞാൻ ചെയ്ത പ്രവൃത്തി നിയമം മൂലം ന്യായീകരിക്കാം, ജസ്റ്റിഫൈ ചെയ്യാം എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുകയല്ല. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ നമുക്കത് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ അങ്ങനെയല്ല ചെയ്ത് കേട്ടോ, എനിക്ക് ഇയാൾ മർഡറർ ആയിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഡക്റ്റ് സെയിം ആണ്, ഞാനല്ലാതെ തെഫ്റ്റ് നടത്തണം എന്ന് ഉദ്ദേശിച്ചതല്ല. ആ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഒഫൻസായിട്ട് മാറുന്നില്ല. ഇനി അടുത്തതാണ്. അപ്പം നമ്മൾ പഠിച്ചു വരുന്ന കാര്യം, പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണ്? ജനറൽ എക്സെപ്ഷൻസ് ആണ്. 14 തൊട്ട് 44 വരെ പറയുന്ന ഏരിയകളിൽ ജനറൽ എക്സെപ്ഷൻസിനകത്ത് മറന്നു പോകരുത്. ഈ വക ഏരിയകളിലേക്ക് നമ്മൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഈ രീതിയിൽ ഈ ഓരോ സെക്ഷനും അനുസരിച്ച് അത് തെളിയിച്ചെടുക്കുകയാണെങ്കിൽ അതൊന്നും ഇവർ പറയുന്ന ആ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളല്ല, നമ്മളെ വെറുതെ വിടും. അടുത്തതാണ് ജുഡീഷ്യൽ ആക്ട് സെക്ഷൻ 15ഉം 16ഉം. ജുഡീഷ്യൽ ആക്ടാണ്. ജുഡീഷ്യറിക്ക് തെറ്റുപറ്റാം. സെക്ഷൻ 15 പറയുന്നത് ഒരു ജഡ്ജാണ്. അപ്പം ആ ജഡ്ജി എന്ന് പറയുന്നത് ജുഡീഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത്, പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്തായിരിക്കത്തില്ല. ഒരു ജുഡീഷ്യറിയിൽ ഒരു ജഡ്ജ് ആ നീതിന്യായ വ്യവസ്ഥയിൽ ജഡ്ജ് എങ്ങനെയായിരിക്കണം? വിധിന്യായം പറയുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ നിയമം മൂലം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള എന്ത് കൊടുക്കുകയാണ്, ആ രീതിയിൽ ആ നിയമം മൂലം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ ജുഡീഷ്യലി എക്സസൈസ് ചെയ്യുകയാണ്, ആ പവറാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഗുഡ് ഫെയ്ത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഹി ബിലീവ്സ് ടു ബി ഗിവൺ ടു ഹിം ബൈ ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ പവർ, ഇത് ചെയ്യാനുള്ള ഒരു അധികാരം, ജുഡീഷ്യലായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു അധികാരം ഇദ്ദേഹത്തിന് ഒരു നിയമം നൽകിയിട്ടുണ്ട്. ആ നൽകിയിട്ടുണ്ട് എന്ന ഉത്തമപൂർണമായ വിശ്വാസത്തിൽ ഒരു ജഡ്ജി ആക്ട് ചെയ്യുന്നതിൻ്റെ പരിണിത ഫലം ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുന്നു. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തതായിട്ട് കണക്കാക്കില്ല, ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് കണക്കാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് എക്സാമ്പിൾ പറയാം എന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കേസുകൾ പഠിക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് കേസുകൾ നമ്മൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് നമ്മൾ അവിടെ സമൻസ് കേസുകളെ കുറിച്ച് പഠിക്കും, വാറണ്ട് കേസുകളെ കുറിച്ച് പഠിക്കും. സമൻസ് കേസുണ്ട്, വാറണ്ട് കേസുകളുണ്ട്. സമൻസ് കേസുകൾ എന്ന് പറഞ്ഞാൽ പെറ്റി കേസുകൾക്ക് കൊടുക്കുന്നതാണ്. സമൺ ചെയ്യുകയാണ്, ഒരാളെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ സമൻസ് അയച്ച് ഒരു കോടതിക്ക് എല്ലാ കോടതികൾക്കും വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ സമൻസ് അയക്കാനുള്ള കോടതിക്ക് അവരുടെ മുന്നിൽ വരുന്ന കേസുകളിൽ ഫസ്റ്റ് ചാൻസിൽ നമ്മൾ കേസ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഒഫൻഡർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സമൻസ് ആണ് അയക്കുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ സമൻസേ അയക്കാൻ പാടുള്ളൂ, അവിടെ വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ സെക്ഷൻ 15 അനുസരിച്ച് ഒരു ജഡ്ജി ജുഡീഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രത്യേക കേസ് പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് ബൈ മിസ്റ്റേക്ക് അദ്ദേഹം വിചാരിക്കുകയാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഫസ്റ്റിലെ കയറി വാറണ്ട് അങ്ങ് ഇഷ്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം നടത്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കുറ്റകൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു കുറ്റകൃത്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. ഇനി അതേപോലെ തന്നെയാണ് കണ്ടോ. അപ്പോൾ ആ രീതിയിൽ ചില സാഹചര്യങ്ങളിൽ
കോടതിയുടെ അധികാര പരിധികൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ലേ, ഫൈൻ ഇമ്പോസ് ചെയ്യാവുന്ന കേസുകൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ സോളിറ്ററി കൺഫൈൻമെൻറ്റ് പറഞ്ഞപ്പോൾ സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഇയർ വരെയുള്ളത്, 6 മാസം വരെയുള്ളത്, 6നും 1നും ഇടയ്ക്കൊക്കെ ഉള്ളത്, ഇതിലൊക്കെ മിസ്റ്റേക്ക് വരാം. പക്ഷേ അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട് എന്ന് കരുതി എങ്ങനെയാണ് അങ്ങേയറ്റം ഗുഡ് ഫെയ്ത്തിലാണ് അദ്ദേഹം ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്നുള്ളതാണ്. ദെൻ സെക്ഷൻ 16 വരുവാണ്. ദെൻ സെക്ഷൻ 16 വരുമ്പോഴത്തേക്കിന് ഇതേ ജഡ്ജ്മെൻറ്റ് തന്നെ എന്താണ്, ഓക്കെ, ഒരു ജഡ്ജ് ഇതേപോലെ എന്താണ് പെട്ടെന്ന് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നു. വാറണ്ട് ഇഷ്യൂ ചെയ്യുക, സമൻസ് വായിക്കാൻ മാത്രം അധികാരമുള്ള ഒരു കോടതി വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നു. വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നത് എന്താണ്, ഓഫീസേഴ്സ് ഓഫ് ദ കോർട്ടാണ്. ഓഫീസേഴ്സ് ഓഫ് ദ കോർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരും. ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അവിടെ റിപ്പോർട്ട് കൊടുക്കാനും ഒരു വാറണ്ട് നടപ്പിലാക്കാനുള്ള എല്ലാ ആൾക്കാരും അതിനകത്തേക്ക് വരും. സോ ഈ ഉത്തരവും കൊണ്ട് നമ്മുടെ മതീഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോവുകയാണ്. അപ്പോൾ മതീഷ് അറിയുന്നില്ല കോടതിക്ക് തെറ്റ് പറ്റിയിട്ടാണോ ഈ വാറണ്ട് ഇറക്കിയിരിക്കുന്നതെന്നൊന്നും മതീഷിന് അറിയത്തില്ല. അതും കൊണ്ടുപോകുന്ന ഈ എന്താണ് ഓഫീസർ ഓഫ് ദ കോർട്ട്. അപ്പോൾ കോടതിക്ക് ഓൾറെഡി അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ആ മിസ്റ്റേക്ക് അദ്ദേഹത്തിന് ഗുഡ് ഫെയ്ത്തിലാണ് സംഭവിച്ചത്. ആ ഓർഡർ നടപ്പിലാക്കാൻ പോകുന്ന ആൾക്കും എന്തില്ല, അയാളും അതിൽ കുറ്റകൃത്യം ചെയ്തതായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അതാണ് സെക്ഷൻ 16 പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു കോടതി ഉത്തരവാണ്, ഒരു ഓർഡറാണ്, ഒരു കോർട്ടിൻ്റെ ഒരു ഓർഡർ. അത് ആ ജഡ്ജ്മെൻറ്റോ ആ ഓർഡറോ നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ എന്താണ്, അതായത് അങ്ങനെ പാസ്സാക്കാൻ ഉത്തരവില്ലാത്ത ഒരു ജഡ്ജ്മെൻറ്റോ ഒരു ഓർഡറോ ആ രീതിയിൽ പാസ്സാക്കാൻ നിയമപ്രകാരം അത്തരത്തിൽ ജഡ്ജ്മെൻറ്റോ ഓർഡർ പാസ്സാക്കാൻ അധികാരമില്ലാത്ത ഒരു കോടതി അത് എന്താണ് ബൈ മിസ്റ്റേക്ക് അത് ഓർഡർ പാസ്സാക്കുന്നു. ഓർഡർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരാൾ പോകുന്നു. അങ്ങനെ വരുന്ന അത് നടപ്പിലാക്കുന്ന വ്യക്തികൾക്കും കുറ്റകൃത്യം ഉണ്ടാകുന്നതല്ല. അതാണ് സെക്ഷൻ എന്ത് വിളിക്കുന്നത്, സെക്ഷൻ 15. അതുപോലെ തന്നെ സെക്ഷൻ 16 എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, ജുഡീഷ്യൽ ആക്ടുകളാണ്. അതേപോലെ നമ്മൾ നേരത്തെ കണ്ട സെക്ഷൻ 14 അതുപോലെ തന്നെ സെക്ഷൻ 17 എന്തിനെ സംബന്ധിക്കുന്നതാണ്, വസ്തുതകളുടെ തെറ്റിദ്ധാരണയാണ്. ഓക്കെ, അപ്പം മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും മിസ്റ്റേക്ക് ഓഫ് ലോ. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനകത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിയമം തെറ്റിദ്ധരിക്കരുത്. മിസ്റ്റേക്ക് ഓഫ് ലോ എവിടെ ഉണ്ടാകാൻ പാടില്ല. എന്താണ് മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നമ്മൾ പറയുകയാണ്, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ എന്താണ് ഇപ്പം പ്രോപ്പർട്ടി മേടിച്ചിട്ട് അത് എന്താണ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിയമം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലോ ഓഫ് ദ ലാൻഡ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറയും ഓടിക്കോ എന്ന് പറയും. അതായത് എവരി പേഴ്സൺ, ഇവിടെയുള്ള ഏതൊരു വ്യക്തിയും, അത് എവരി പേഴ്സൺ എന്നാണ് പറയുന്നത്. പേഴ്സൺ എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടുത്തെ സിറ്റിസൺസ് ആകാം, ഫോറിനേഴ്സ് ആകാം, ഓർ ഏലിയൻസ് ആകാം. ഏലിയൻസ് മറ്റുള്ള രാജ്യക്കാർ അവരൊക്കെ ആകാം. അവർ എപ്പോഴും ഈ ലാൻഡിൽ കാലുകുത്തുന്നോ എന്താണ് അവരുടെ ഡ്യൂട്ടിയാണ്, എന്താണ് ഇത് പ്രസംഷനാണ്, അവർ ഈ രാജ്യത്ത് നിയമം അറിഞ്ഞിരിക്കണം എന്നുള്ളത്. സോ നിയമം തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് അറിയില്ല കോടതി അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അത് കോടതി അംഗീകരിച്ചു തരത്തില്ല. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു വസ്തുത അവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വസ്തുതകളിലുള്ള തെറ്റിദ്ധാരണയാണെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ത് ചെയ്യും, എക്സ്ക്യൂസ് ചെയ്യും. മിസ്റ്റേക്ക് ഓഫ് ലോ ഒരിക്കലും അത് എന്ന് പറയുന്നത് ആരാണ്, കോടതി. അത് എക്സ്ക്യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നു പോകരുത്. എന്തൊക്കെ സെക്ഷൻസ് ആണ് കണ്ടത്, സെക്ഷൻ 14 പിന്നെ അതിനൊരുമിച്ച് സെക്ഷൻ 17 കണ്ടു, ദെൻ സെക്ഷൻ 15 കണ്ടു, ദെൻ സെക്ഷൻ 16 കണ്ടു. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊവിഷനിലേക്കാണ് പോകുന്നത്, ആക്സിഡൻ്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്തൊന്ന് വിളിക്കും, ആക്സിഡൻ്റ് അല്ലെങ്കിൽ മിസ്ഫോർച്യൂൺ ആണ് അത് പറയുന്നത്. ഈ മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ എത്ര ഡ്യൂ കെയർ ആൻഡ് കോഷൻ എടുത്ത് ചെയ്താലും എന്താണ് ചിലപ്പോൾ അത് അങ്ങനെ പറ്റിപ്പോവും. അത് ആരുടെയും കുറ്റമൊന്നുമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം എന്ന് പറയുമ്പോൾ നമ്മുടെ രാവിലെ മതീഷിന് ഒരു ജോലിയും ചെയ്യാനില്ല എന്നിട്ട് മതീഷ് എന്ത് ചെയ്യുകയാണ്, ഒരു കൈക്കോടാലി എടുത്ത് മതീഷിൻ്റെ അമ്മ പറഞ്ഞു, മതീഷേ ഇവിടെ കിടക്കുന്ന കുറേ വിറക്, ഇതെല്ലാം വിറക് കീറിയിട്. മതീഷ് ഈ പറയുന്ന ഹാച്ചറ്റും കൊണ്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഹാച്ചറ്റ് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് അമ്മ പറയുന്ന കേട്ട് ഹാച്ചറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് ആ കൈക്കോടാലിയും കൊണ്ട് മതീഷ് അവിടെ നിന്ന് ജോലി ചെയ്യുന്നു. ഓക്കെ,
ബൈ ചാൻസ് ഈ സാധനം പൊക്കിയെടുത്തപ്പോഴത്തേക്കിന് എന്ത് പറ്റുകയാണ്, ഇതിൻ്റെ ഹെഡ് അങ്ങ് തെറിച്ചു പോയി. അപ്പുറത്തെ വഴി കൂടെ അപ്പുറത്തെ പറമ്പിൻ്റെ അപ്പുറത്തൂടെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇത് ചെന്ന് അയാളുടെ തലയിൽ വീഴുന്നു, അയാൾക്ക് തല മുറിയുന്നു, ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കേസിനകത്ത് മതീഷ് അറിഞ്ഞോ അതുവഴി അങ്ങനെ ഒരാൾ പോയത്? ഇല്ല. മതീഷ് അയാളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചാണോ ചെയ്തത്? അതുമല്ല. പിന്നെയോ, മതീഷ് വളരെ കെയർ ആൻഡ് കോഷനിൽ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് നിന്ന് വിറക് കീറിക്കൊണ്ടിരുന്ന ഒരാളാണ്. അത് തെറിച്ചു പോയത് മതീഷിൻ്റെ കുറ്റമല്ല. ദാറ്റ് ഈസ് എ മിസ്ഫോർച്യൂൺ, ദാറ്റ് ഈസ് എൻ ആക്സിഡൻ്റ് എന്നുള്ളതാണ്. ചില കേസുകളിൽ എത്ര ഡ്യൂ കെയർ ആൻഡ് കോഷൻ എടുത്ത് ഒരു ഡ്രൈവർ എന്ത് ചെയ്യുന്നു, ഒരു ബസ് ഡ്രൈവ് ചെയ്യാണ്, 19 പേരും ഉണ്ട് ആ ബസ്സിൽ. അത്രയും കെയർ ആൻഡ് കോഷനിൽ അത്യാവശ്യം ട്രാഫിക് റൂൾസുകളെല്ലാം പാലിച്ചുകൊണ്ട് അധികം റഷൊന്നും ഇല്ലാതെ പോകുമ്പോഴാണ് പെട്ടെന്ന് ബസ്സിൻ്റെ ആക്സിൽ ഒടിയുന്നു, ബസ് കുത്തിമറിഞ്ഞ് തലകീഴായി മറിഞ്ഞ് എന്ത് പറ്റുകയാണ്, ആക്സിഡൻറ്റ് പറ്റുന്നു. അവിടെ ഡ്രൈവർ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഡ്യൂ കെയർ ആൻഡ് കോഷൻ എടുത്തിട്ടും എങ്ങനെ തന്നെയാണ് അതിനകത്ത്. അപ്പം നമ്മൾ എങ്ങനെ നമുക്ക് മനസ്സിലായി ഇയാൾ ഡ്യൂ കെയർ ആൻഡ് കോഷൻ എടുത്തെന്ന്? ഇപ്പം നമുക്കൊരു അതിനകത്തുള്ള ആൾക്കാരുടെ ഇത് നോക്കാം. ഇനി അതിന് സ്പീഡ് ഗവർണറൊക്കെ ഉള്ള ബസ്സാണെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പം ഇതൊക്കെയുള്ള വെച്ച് നോക്കുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ്, ആകസ്മികമായി സംഭവിച്ചു പോകുന്നതാണ്. സോ എന്താണ് ഒരു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റ് അല്ലെങ്കിൽ മിസ്ഫോർച്യൂണാണ്. അവിടെ പ്രധാനമായിട്ട് ആലോചിക്കണം, ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിമിനൽ ഇൻറ്റൻഷൻ. അതായത് എന്താണ് അത് ചെയ്യണം എന്നുള്ള ആ പറയുന്ന ഉദ്ദേശം ഉണ്ടായിരിക്കാൻ പാടില്ല, നോളജ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഞാൻ ഈ രീതിയിൽ മതീഷ് രാവിലെ ഇരുന്ന് ഈ വിറക് കീറിയപ്പോൾ മതീഷിന് മനസ്സിലായി രാവിലെ ഇന്ന് ഇന്ന മനുഷ്യൻ അതുവഴി നടന്നു പോകാൻ വരുന്നുണ്ട്. മതീഷ് അവിടെ ഇരുന്ന് കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഇത്ര സ്പീഡിൽ ഫ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് വരുമ്പോൾ അയാളുടെ തലേ വീഴും. അങ്ങനെ കാൽക്കുലേഷനൊന്നും ഉണ്ടായിരിക്കരുത്. അതല്ലാതെ സ്വാഭാവികമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം. അപ്പം നോളജ് ഉണ്ടായിരിക്കരുത്, ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കരുത്. ഓക്കെ. അതിനെക്കാട്ടി പ്രധാനമായിട്ടുള്ളൊരു കാര്യം ലോഫുള്ളായ ഒരു ആക്ടിവിറ്റി ലോഫുൾ മാനറിൽ ചെയ്യണമെന്നുള്ളതാണ്. ലോഫുള്ളായ ഒരു ആക്ടിവിറ്റി ലോഫുൾ മാനറിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക് കീറുന്നത് ഒരു ലോഫുള്ളായിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ശല്യമുണ്ടോ? സ്വന്തം വീട്ടിലെ വിറക് കീറുന്നു, ഇല്ലെങ്കിൽ വേറൊരു പണിക്കാരനെ വെച്ച് കീറുന്നു. ഇതൊക്കെ ലോഫുള്ളായ ആക്ടിവിറ്റി ലോഫുള്ളായ മീൻസിൽ ചെയ്യുകയാണ്. എന്നാൽ അത് മാത്രമല്ല പ്രോപ്പർ കെയർ ആൻഡ് കോഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ക്രിമിനൽ ഇൻറ്റൻഷൻ പാടില്ല. അത് ഈ രീതിയിൽ ചെയ്താൽ അവന് ഈ പറയുന്ന നഷ്ടമുണ്ടാകുമെന്നുള്ള അറിവ് നമുക്ക് പാടില്ല. ലോഫുള്ളായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ലോഫുൾ മാനറിലായിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഞാനും മതീഷും കൂടെ അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ ഓരോ വടി കൊണ്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു ലോഫുള്ളായ ആക്ടിവിറ്റി ആണോ? അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ രണ്ടും പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറത്ത് നിന്ന് നമ്മുടെ ഒരു ആൾ കയറി വരുന്നു. ഈ അടി കൂടുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന വടി വെച്ച് ആളുടെ കണ്ണിൽ കൊള്ളുന്നു, കണ്ണിന് നല്ല മുറിവ് പറ്റുന്നു, കണ്ണിനോ ചെവിക്കോ തലയ്ക്കോ ഒക്കെ കൊള്ളുന്നു. അപ്പോൾ ഈ കേസ് നോക്കിക്കേ. അപ്പം ഞാൻ എൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അത് ആക്സിഡൻ്റ് ആണ്, ഞങ്ങൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ വന്ന് കയറിയതാണ്, ഞാൻ ഇവനെ ഇങ്ങനെ ഈ രീതിയിൽ അവരെ കണ്ണടിച്ച് പൊട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. കോടതി അങ്ങനെ പറയുമ്പോൾ കോടതി എന്ത് പറയും? അടി കൂടുന്ന അത്ര നല്ല കാര്യമാണോ? അത് മാത്രമല്ല, വടി വെച്ചാണ് അടി കൂടുന്നത്. അത് ലോഫുള്ളായ ഒരു ആക്ടിവിറ്റി ലോഫുൾ മാനറിലല്ല ചെയ്തിരിക്കുന്നത്. സോ അവിടെ ആക്സിഡൻ്റ് എന്ന് പറയുന്ന ആ എക്സെപ്ഷൻ നമുക്ക് കോടതിയോട് ചോദിച്ച് നമ്മളെ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടുന്നതല്ല, ഇളവല്ല, ശിക്ഷയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്നതല്ല. അതാണ് സെക്ഷൻ 18 ആക്സിഡൻറ്റിൻ്റെ കേസ് പറയുന്നത്. ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വെഹിക്കിൾ ആക്സിഡൻറ്റ് അത് മാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരരുത്. ഇത്തരത്തിൽ പറയുന്ന എന്തും മിസ്ഫോർച്യൂണായിട്ട് കടന്നു വരുന്ന എന്തും ആക്സിഡൻറ്റിൻ്റെ കേസിൽ വരുന്നതാണ്. അവിടെ ക്രിമിനൽ ഇൻറ്റൻഷൻ പാടില്ല, അത് മാത്രമല്ല നോളജ് പാടില്ല, ലോഫുള്ളായ ആക്ടിവിറ്റി ലോഫുൾ മീൻസിൽ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ കെയർ ആൻഡ് കോഷനും കൂടി ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ക്ലെയിം ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾക്കതിൻ്റെ എക്സെപ്ഷൻ ചോദിക്കാൻ പറ്റുള്ളൂ. എവിടെ വരെ എത്തി? 18 വരെ എത്തി. 18 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആക്സിഡൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് സെക്ഷൻ 19. സെക്ഷൻ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത്
ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണെങ്കിലും അതൊരു ഇവിളാണ്. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഒരു ഹാമാണ്, ഒരു ക്ഷതിയാണ്. ആ ക്ഷതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ രണ്ടിലൊരെണ്ണം തിരഞ്ഞെടുത്തേ പറ്റുകയുള്ളൂ. ഇതിനെ ഈ സെക്ഷൻ 19 നമ്മൾ മറ്റൊരു കാര്യം പറയും. സെക്ഷൻ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? നെസസിറ്റിയാണ്, അത്യാവശ്യകതയാണ്. എന്താണ് നെസസിറ്റി? അപ്പോൾ എന്താണ് സെക്ഷൻ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഞാനൊരു വെസലിൻ്റെ ക്യാപ്റ്റനാണ്. ഓക്കെ, ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റനാണ്. ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ നമ്മളുടെ ഷിപ്പ് പോകുന്നു. ഷിപ്പ് ഒരു പോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇതിന് പെട്ടെന്ന് ഒരു സാൻഡിൻ്റെ റോക്ക് കാണുന്നു. ഓക്കെ, സാൻഡിൻ്റെ റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് റൈറ്റ് സൈഡിൽ നിൽക്കുമ്പോഴാണ് ആ സാൻഡിൻ്റെ റോക്ക് ഉള്ളത്. ഇതിനെന്തായാലും ടേൺ ചെയ്യണം. ഈ റൈറ്റ് സൈഡിലേക്ക് അത് ടേൺ ചെയ്യുകയാണെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് മൊത്തത്തിൽ നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയത് കണക്ക് മൊത്തത്തിൽ മുങ്ങി എല്ലാം എന്തായിപ്പോൾ അതിനകത്തായിപ്പോൾ അതിനകത്ത് 10,500 ആൾക്കാരുണ്ട്. വലിയൊരു ക്രൂസ് ഷിപ്പാണ്, നശിച്ചു പോകും. അത്രയും വലിയൊരു ക്ഷതി ഉണ്ടാകും, അത്രയും വലിയൊരു ഹാം ഉണ്ടാകും. അതേസമയം തൊട്ടിപ്പുറത്ത് ഒരു 3 പേരടങ്ങുന്ന ഒരു ചെറിയ ബോട്ടുണ്ട്. നമ്മുടെ മതീഷൊക്കെ ഉള്ള ഒരു ചെറിയ ബോട്ടാണ്. പക്ഷേ ഈ സാൻഡ് റോക്കിൽ ഇടിക്കാതെ നമ്മുടെ ഇതിന് തിരിയണമെങ്കിൽ ഇപ്പുറത്തുള്ള അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ആരെയാണ് നമ്മുടെ മതീഷിൻ്റെയൊക്കെ ബോട്ടിന് അതിനെന്ത് കൊള്ളായിട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. അപ്പോൾ വലിയ ഹാം ഏതാണ് ഇതിനകത്ത്? സാൻഡ് റോക്കിൽ ഇടിച്ച് നമ്മുടെ ഷിപ്പ് മൊത്തത്തിൽ തകരുന്നതല്ലേ വലിയ ഹാം എന്ന് പറയുന്നത്. അതാണ് മൊത്തത്തിൽ വലിയ ഹാം എന്ന് പറയുന്നത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു ഹാം നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് നെസസിറ്റിയാണ്, അത്യാവശ്യകതയാണ്. ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ തകർന്ന് തരിപ്പണായിപ്പോൾ. ആ തരത്തിൽ നമ്മൾ കോടതിയോട് പറയണേ, കോടതി അത് മതീഷാണെന്നോ മതീഷിൻ്റെ കൂട്ടുകാരായിരുന്നെന്നോ ആ 3 പേരൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് മതീഷിനോട് ഒരു പേഴ്സണൽ വെഞ്ചിയൻസും ഇല്ല, ഒരു പ്രതികാരവുമില്ല, വ്യക്തിപരമായ ഒരു പ്രതികാരവും ഇല്ല കോടതി, എനിക്ക് അറിയ പോലും ഇല്ല. പക്ഷേ എനിക്ക് ഇത്രയും ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി, അതാ ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും ഇവിൾസ് ആണ്. അപ്പം നമ്മൾ ചോദിക്കുക അതെന്താ ഈ 3 പേരുടെ ജീവൻ ഒരു വിലയില്ലേന്ന്? 3 പേരുടെ ജീവനും വിലയുണ്ട്, വിലയില്ല എന്നല്ല, മറിച്ച് നമ്മൾക്ക് വലിയൊരു ഹാം ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു ഹാം ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ദാറ്റ് ഈസ് സ്റ്റേറ്റ്സ് അണ്ടർ സെക്ഷൻ 19 ഓഫ് ദി ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾക്ക് ക്രിമിനൽ ഇൻറ്റൻഷൻ പാടില്ല. ആ കാര്യം ചെറിയ ക്ഷതി ഉളവാക്കിയാൽ പോലും അത് ചെയ്യുന്നതിനും ക്രിമിനൽ ഇൻറ്റൻഷൻ പാടുള്ളതല്ല, മറിച്ച് അത് അങ്ങേയറ്റം ഗുഡ് ഫെയ്ത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല, പർപ്പസ് എന്ന് പറയുന്നത് പർപ്പസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റിങ് ഓർ അവോയ്ഡിങ് എ ബിഗ് ഹാം, ഒരു വലിയ നാശനഷ്ടം ഉണ്ടാകുന്നത് തടഞ്ഞാലേ പറ്റുള്ളൂ, അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, പർപ്പസ് എന്ന് വിളിക്കണം. അപ്പോൾ അവിടെ ഇതിനകത്ത് പറയുന്നത് നമ്മളൊന്നും കൂടെ അത് ഫൈനലൈസ് ചെയ്ത് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ഇൻറ്റൻഷൻ പാടുള്ളതല്ല, അവിടെ ഗുഡ് ഫെയ്ത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. എന്താണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടു പ്രിവെൻറ്റ് ഓർ അവോയ്ഡ് അതർ ഹാം ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി. ഒരു വസ്തുവിനോ ഒരു മനുഷ്യനോ പ്രോപ്പർട്ടികൾക്കോ പേഴ്സണോ ഉണ്ടാകുന്ന വലിയ ഒരു ഹാം ഒഴിവാക്കാൻ വേണ്ടി ഗുഡ് ഫെയ്ത്തിൽ ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ലാതെ വേണം ചെയ്യാൻ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാം എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. കാരണം അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, വലിയ ഹാമാണ്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇല്ലയോ എന്നുള്ളതൊക്കെ അത് വസ്തുതകളാണ്, അതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ഓൾ ദീസ് ആർ അബൌട്ട് സെക്ഷൻ 19. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? സെക്ഷൻ 14 കണ്ടു, അതുപോലെ തന്നെ സെക്ഷൻ 17 കണ്ടു. സെക്ഷൻ 14 ആൻഡ് സെക്ഷൻ 17 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അത് രണ്ടും സംഭവിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് മിസ്റ്റേക്കിനെ കുറിച്ചാണ്, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റുകളെ കുറിച്ചാണ് അത് രണ്ടും പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് 15ഉം അതുപോലെ തന്നെ 16ഉം അതെന്താണ്? ജുഡീഷ്യൽ ആക്ട് ആണ് പറയുന്നത്. ജുഡീഷ്യൽ ആക്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടത് സെക്ഷൻ 17 ആണ്. ദെൻ 17 അല്ല സെക്ഷൻ 18. സെക്ഷൻ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആണ്.
ദെൻ അനദർ വൺ സെക്ഷൻ 19 ആണ്. സെക്ഷൻ 19ൻ്റെ പ്രത്യേകത എന്താണ്? സെക്ഷൻ 19ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ 2 ഇവിൾസ് ആണ്. 2 ഇവിൾസിൽ നിന്ന് ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അത് ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? ചെറിയ ഇവിളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ബിഗ് ഹാം എന്നുള്ളതാണ്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കാണും എന്ന് കരുതുന്നു. സോ അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിലേക്ക് പോവാം. അപ്പോൾ ശരി, ബൈ ആൻഡ് താങ്ക് യു.